ഇന്നും മഴയല്ലേ? എണീറ്റോ? ഇന്ന് മഴയാ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ചായ ആവുന്നേ ഉള്ളൂ. ചേട്ടൻ കഴിച്ചോ? നീ കഴിയില്ലേ? ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എടാ, ഇന്നലെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോ സോണി വിളിച്ചണ്ടായി. എന്നിട്ടെന്താ, നമ്മുടെ അപ്പച്ചനെ അടുത്തൊന്നും ഡിസ്ചാർജ് ചെയ്യില്ലെന്നാ പറയണേ. പൈസ ഇനിയും വേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നാ ഞാൻ ആലോചിക്കുന്നു, ഒന്നും അല്ലെങ്കിൽ അവനൊരു ഗവൺമെന്റ് ജോലിക്കാരനല്ലേ, സോണിയാണ് ഈ ഓസ്ട്രേലിയയിലും. എന്നിട്ട് കാഷിന്റെ കാര്യം വരുമ്പോ മാത്രം നമ്മളെ വിളിക്കും. അതെനിക്ക് മനസ്സിലാവാത്തത്. നീ പറയുന്നത് ശരിയാ, പക്ഷെ പൈസ കൊടുക്കണത് എന്റെയും ഉത്തരവാദിത്തമല്ലേ. പക്ഷെ നമ്മുടെ അവസ്ഥയൊക്കെ അവനറിയാവുന്നതാ. അതെ ഞാനും പറഞ്ഞോളൂ. നമ്മളോട് ചോദിക്കുന്ന പോലെ എന്നെ സോണിയോട് ചോദിക്കാലോ അവന്. നമുക്കും ബുദ്ധിമുട്ടാണ്. ഉള്ളതുപോലെ ചെയ്യാൻ പറ്റുമോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത്. നോക്കട്ടെ, നമ്മുടെ ആന്റണി ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ വഴിക്ക് പോയിട്ട് ഏറ്റവും അവസാനം പെരുവഴി ആതിരുന്നാ മതി. പറടാ. നമുക്ക് വൈകിട്ട് ജോയിജാന്റെ വീടിന് തുടങ്ങാം ആദ്യം. അത് കഴിഞ്ഞ് സഞ്ജുവിന്റെ വീട്ടിൽ പോയി എങ്ങനെയായാലും 4 വീട് തീർക്കണം. നീ ഒരു കാര്യം ചെയ്യും, 6 അങ്ങോട്ട് പറയോ, ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് എത്തിച്ചേക്കാം. ശരിടാ, എന്നാ വൈകിട്ട് നമുക്ക് കരോളിന് കാണാം. ഓക്കെ. നാട്ടിലെന്തെങ്കിലും ഇപ്പൊ 2 അടിച്ച് കരോളും വന്ന് പള്ളിയിൽ പോകേണ്ട സമയമായി അല്ലേ? പണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി എന്റെ ജീവിതത്തിൽ വന്നെ പിന്നെ വലിയ അടിയൊന്നും ഇല്ല. വെറുതെ എന്നും കുപ്പി പെറുക്കി കളയാനേ എനിക്ക് സമയം. അതെ, നിങ്ങളിങ്ങനെ ഡയലോഗ് അടിച്ചിരിക്കാതെ കരോളുകാരെ ഒന്ന് വിളിക്കാൻ ഇവക്ക് പോകേണ്ടതല്ലേ? ആ ഫോണ് കിട്ടണം. കാലത്തെ കാലാവസ്ഥ ഞാൻ കണ്ടപ്പോ വിചാരിച്ചു ഇന്ന് മൊത്തം മഴ ഇരിക്കുന്ന. UK ക്ലൈമറ്റ് അല്ലേ തന്നെ ചേട്ടാ, നമുക്ക് എന്ത് പറയാൻ പറ്റും. ഇപ്പൊ മഴ, കുറച്ച് കഴിയുമ്പോ മഞ്ഞ്, അത് കൂടാണ്ട് ഇപ്പൊ ഡിസംബറും. ശരിയാ, എന്തായാലും നന്നായി. ജോയിച്ചേട്ടനുണ്ടോ? ജോയിച്ചേട്ടാ, ഞങ്ങൾ വന്നോണ്ടിരിക്ക, ഒരു 15 മിനിറ്റ് ആയിക്കോട്ടെ. ഓക്കെ, ശരി. എടാ ബോബി. എന്നാണ് ചേട്ടാ? നമ്മുടെ ചെണ്ടയും കോലി കിടത്തില്ലേ? എല്ലാം ഈ വണ്ടിക്കകത്തുണ്ട്, പറയുന്നുണ്ട്. ഉണ്ടായാ മതിയാ. ഈ ലെഫ്റ്റ് എടുത്തോടാ. ഈ വണ്ണല്ലേ? അതന്നെ അതന്നെ. ചേട്ടാ, മഴ ഉണ്ടാവരുന്ന് പറഞ്ഞിട്ട് മഴ തുടങ്ങിയാലോ, കരോള് വെള്ളത്തിലാവോ? ഇത് കുഴപ്പമില്ലടാ, ചെറിയ മഴയല്ലേ. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ. സണ്ണി ചേട്ടാ, നമ്മുടെ പാപ്പ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താടാ, അവൻ വിളിച്ചിരുന്നോ? ഇല്ല, അവന്റെ വണ്ടി തന്നെ കിടക്കുന്നുണ്ടേ. അവൻ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് എത്താന്നുള്ളത്. ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ പാർക്ക് ചെയ്തോ. നമ്മുടെ ജോയിച്ചാന്റെ വീട്ടിലേക്ക് പോകും തോറും പാർക്കിംഗ് ഉണ്ടാവില്ല. ഓക്കെ. എടാ, അവന്മാരെന്തേ നമ്മുടെ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്നാണല്ലോ. അവര് പുറകെ ഉണ്ടായിരുന്നു, ചിലപ്പോ സിഗ്നലും എല്ലാം കിട്ടിയിട്ടുണ്ടാവും.
നിങ്ങക്ക് സിഗ്നൽ കിട്ടിയല്ലേ? ഞങ്ങൾ വിട്ടുപോയി, നിങ്ങൾ രക്ഷപ്പെട്ടല്ല. നമ്മുടെ കരോള സാധനങ്ങളുടെ എല്ലാം എടുത്ത് കൊടുത്തേക്കാം. എല്ലാരും കൊണ്ടുപോണ സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകണോട്ടോ മറക്കാണ്ട്. അല്ല കണ്ടു ചേട്ടാ, ബാപ്പയുടെ വടി മാത്രമേ ഉള്ളൂ. ഡ്രസ്സൊക്കെ എന്ത്? ഡ്രസ് കഴിഞ്ഞ പ്രാവശ്യം കരോള് കഴിഞ്ഞപ്പോ കൊണ്ടുപോയിട്ടുണ്ട്. അതാവും കൊണ്ടുവന്നോളൂ. നമ്മുടെ പാപ്പ അവനെ കണ്ടില്ലല്ലോ. അവന്റെ വണ്ടി അവിടെ കണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ വിളിച്ചത്. നീ വടി പിടിച്ചാണ്. ശരിയടാ. എടാ ബോബി, നീ പോണ്ട, അവൻ വരുന്നുണ്ട്. എവിടെ? എടാ അതെ, അവന്റെ ഇതിലെ വരുന്നുണ്ട്. ഞാൻ പിന്നെ നോക്കി അങ്ങോട്ട് പോയെ. വാ വാ, നീ നേരം കളയണ്ട. വാ പോയേക്കാണ്. ചേട്ടനല്ല, പാപ്പ ഓട്ടെ, വീഡിയോ എടുക്കണം. പാപ്പ ഓട്ടു പാപ്പ. അല്ലടാ, നീ ക്രിസ്മസിന് നാട്ടിൽ പോകുന്നല്ലേ? ടിക്കറ്റ് ഭയങ്കരല്ലേ, ഈസ്റ്ററിന് മറ്റോ നോക്കണം. ഇവര് വന്നെന്നാ തോന്നുന്നത്. നമുക്കുള്ള സ്ഥലത്തൊക്കെ ഇരിക്കാൻ കേട്ടോ. ജോയേട്ടാ, ഞങ്ങള് തിരിക്കണില്ല, നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. അല്ല ജോയിച്ചേട്ടൻ ഡ്യൂട്ടി വന്നിട്ട് ആയിരത്തി ക്രിസ്മസ് അല്ലത്. ഞാൻ വന്നിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലാട്ടോ ഇവിടുത്തെ കരോള സെറ്റപ്പ് ഒക്കെ. ഇവിടെ കുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ പോവുക, ചെറിയൊരു ഡാൻസ്, ഒരു ബൈബിൾ വായന, അതോടുകൂടി ചേർന്നു. അതൊക്കെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യുന്നില്ലേ? അത് തന്നെ അടിപൊളി. ഓ സന്തോഷം. തുടങ്ങിയാലോ? 1 2 1 2 3 4. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അടിപൊളി. തോന്നി നമുക്ക് വേഗം തീർത്തേക്കാം, ഇനിയും വീടുകൾ കയറാനുള്ളതല്ല. നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. ഇത്രയായില്ലേ? തീർച്ചയായിട്ടും ചായക്ക് കുടിച്ച് നിങ്ങളൊരു പാട്ടൊക്കെ പാടിയിട്ടേ പോവുള്ളൂ. നമുക്ക് ആ ലാസ്റ്റ് പാട്ട് പാടിയാലോ? We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ഈ ചായോ കാപ്പിയോ എന്താന്ന് വെച്ച് എടുത്തോളൂ.
കേക്കിട്ടില്ല എല്ലാവരും നിങ്ങക്ക്? നമ്മുടെ പാപ്പയാണെന്ന് കണ്ടില്ലല്ലോ. ജോജേട്ടാ അതൊരു സർപ്രൈസാ. നമുക്ക് ക്രിസ്മസ് പരിപാടിയുടെ അന്ന് കാണാൻ എന്തായാലും. ജോജേട്ടൻ കേക്ക് കഴിച്ചില്ലല്ലോ, കഴിക്കുന്നു. നിങ്ങളൊക്കെ കഴിച്ചോ? കഴിച്ചു ചിലര് കിട്ടിയില്ലേ? ചേച്ചിക്ക് കഴിച്ചായിരുന്നു. എന്തുണ്ട് വിശേഷം ചേച്ചി? ജോലിയും കാര്യങ്ങളൊക്കെ സുഖമായി പോകുന്നു. എന്തായാലും ജോജേട്ടൻ വന്നത് സന്തോഷമായി, സഹായിക്കായതാണ്. നമ്മുടെ പരിപാടിക്ക് കാണാം. ഞങ്ങള് പതുക്കെ ഇറങ്ങാണ്. നമുക്ക് ഇറങ്ങിയാലോ? അപ്പൊ ശരി. ശരി. പോകും ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സൂചകമായി വന്നതിനെ സ്വീകരിച്ച ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ താങ്ക് യു. നമ്മുടെ പാപ്പയെ കണ്ടില്ല. പാപ്പ എന്തി? പാപ്പ മാത്രമല്ല ഗോപിനെ കാണാനില്ലല്ലോ. അമ്മാരല്ലേ പോയിട്ടുണ്ടാവും. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങള് സിജോന്റെ വണ്ടിയില് സഞ്ജുന്റെ വീട്ടിലേക്ക് വിട്ടോ. ഞങ്ങള് സാന്റേനെയും നമ്മുടെ ബോബിനൊക്കെ നോക്കിട്ട് അങ്ങ് വന്നേക്കാം. എടാ സിജോ, ഇവരൊന്നും ആക്കിയേക്ക. കാണാൻ എടാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാൽ ഇവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? എന്താ വേണ്ടേ? നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാലോ. ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാനൊന്ന് വീട് വരെ പോയിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നേരിട്ട് അങ്ങോട്ട് എത്തിയാൽ മതിയാ? വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അപ്പൊ അവരൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. കുഴപ്പമില്ല, എന്തെങ്കിലും പോയിട്ടോ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞ നീ എത്തിയേക്കാം. വിളിച്ചാലെങ്കിലും ഫോണെടുത്താ മതിയായിരുന്നു. ചേട്ടാ അമ്മാരല്ലേ? ഉമ്മരാണോ അത്? അമ്മാരാണ്, അമ്മാരാണ്. ചേട്ടാ അതെന്താ കുപ്പി വെള്ളമാക്കി? അമ്മാരെന്തോ പരിപാടിയോടെ? എന്താ സംഭവം? നിങ്ങൾ എന്താ പറയണ്ട? എന്റെ പൊന്നു ചേട്ടാ, നമ്മളോട് പാപ്പില്ലേ, അത് ഇതൊന്നല്ലായിരുന്നു, വേറെ ആരാണ്ടാ. ഇവൻ എന്ത് പ്രാന്താണ് ഈ പറഞ്ഞത്? പിന്നെ ഇവൻ ഏതാണ്? ഇവൻ എവിടെ നിന്ന് വന്നു? എടാ, നിങ്ങൾ രണ്ടുപേരും നിർത്തിയാ. എന്തുണ്ടായേ? എന്താ സംഭവം? ചേട്ടാ ഞാൻ പറയാം. കാലത്ത് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ നോക്കി വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്ന് കാറിന്റെ ഡോറിൽ തട്ടി. പുള്ളി എന്തോ ചോദിച്ചു എന്നോട്. എനിക്കാണെ മനസ്സിലായില്ല. ഞാൻ എൻ്റെ സൈഡിലെ വിൻഡോ താത്തി. അപ്പോൾ പുള്ളി കയ്യിലിരുന്ന് എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് എൻ്റെ മുഖം പൊട്ടി. അപ്പോൾ ബോധം പോയതാ എൻ്റെ. പിന്നെ ബോബി വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പാപ്പയാരെ?